കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹാലേലുയ സ്തോത്രം. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ, ഹാലേലുയ സ്തോത്രം. അപ്പപിതാവിനെ വിളിപ്പാൻ, ദൈവത്തിന്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം തന്ന നല്ല ഹാലേലുയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹാലേലുയ സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹാലേലുയ സ്തോത്രം, ടൈറ്റിൽ ഓഫ് ജീസസ്. ഹാലേലുയ അക്കോർഡിംഗ് ടു ദ ബൈബിൾ, ദ നെയിം ഓർ ദ ടൈറ്റിൽ ഓഫ് ജീസസ്. ഹാലേലുയ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി വേദോസ്തത്തിൽ പറഞ്ഞിട്ടുള്ള ഹാലേലുയ വിവിധമായ നാമങ്ങളെ പറ്റിയാണ് നമ്മൾ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 33 തൊട്ട് 50 വരെ ഉള്ള ഹാലേലുയ സ്തോത്രം പ്രാവശ്യം, എത്ര പ്രാവശ്യം ഇത്രയും പ്രാവശ്യം യേശുവിനെ പറ്റി എന്താണ് വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം ഹാലേലുയ. നമുക്കതിനായിട്ട് ദൈവസനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഇതിന് മുൻപുള്ള വീഡിയോ നോക്കുമ്പോൾ ഹാലേലുയ സ്തോത്രം, ഹാലേലുയ അതിൻ്റെ 1-2 ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല ഹാലേൽ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ദൈവത്തിനെ താഴ്ത്തുന്നു. കർത്താവെ, ജീവിതത്തിലെ എല്ലാ കുറിച്ചുകളെ ക്ഷമിക്കണം. നിന്റെ രക്തത്താലൊന്ന് കഴുകണമേ. അടിയിൽ നിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അടിയുടെ വായോടുകൂടെ നീ ഇരിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തിജീവിതങ്ങളുടെയും ജീവിതത്തിൽ കർത്താവെ, ഹല്ലേലൂയ ദൈവികമായ അനുഗ്രഹം, ഹല്ലേലൂയ കർത്താവിനോട് അടുത്തിരിക്കുവാൻ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് പറ്റിയിരുന്നത് പോലെ ആ ഇൻറ്റിമസിയിൽ കർത്താവെ വർദ്ധിച്ചു വരുവാൻ കർത്താവെ നീ അവിടെ ഇടയാക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ സ്തോത്രം. ഓരോരുത്തരെയും വഴി നടത്തണമേ. അവർ കടന്നു പോകുന്ന എല്ലാ വഴികളിലും കർത്താവിനെ അവരെ കരം പിടിക്കണമേ. കർത്താവ് ഒന്നിലും പതറിപ്പോകാതെ ഈ ഹല്ലേലൂയ ലോക ജീവിതം ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ എല്ലാവരെയും നീ സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ എല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ ഓരോരുത്തരും നീ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടാക്കേക്കണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ, ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലേലൂയ സ്തോത്രം. ഇന്ന് 33-ാമതായ കാര്യം ഹല്ലേലൂയ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹാലേലൂയ യോഹന്നാന്റെ സുവിശേഷം. സ്തോത്രം. ഹാലേലൂയ അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 1-ാം അധ്യായം. സ്തോത്രം. ഹാലേലൂയ അതിൻ്റെ 1-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ദൈവ വചനം എന്ന് പറയുന്നത് ആരാ? ദൈവമാകുന്നു. ഹാലേലൂയ യേശു ക്രിസ്തുവിനെ പറ്റി പറയുക, ദ വേർഡ്, വചനം. ഹാലേലൂയ ദൈവം. ഹാലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹാലേലൂയ വചനമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഹാലേലൂയ സ്തോത്രം. മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലൂയ സ്തോത്രം, ഹാലേലൂയ ദൈവ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വചനത്തിൽ ഹാലേലൂയ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹാലേലൂയ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ദൈവവചനത്തിലുണ്ട്. രോഗിയായിരിക്കുന്ന ഹാലേലൂയ ഒരു വ്യക്തിക്ക് ആ വചനം ഉപയോഗിക്കും. കർത്താവേ, നിന്റെ വചനത്തിൽ പറയുന്നു അപ്പൻ എന്നെ സൗഖ്യമാക്കുമെന്ന്. കർത്താവേ, ആ വചനം അയച്ച് ദൈവമേ നീ എന്നെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹാലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ 33-ാമത് യേശുവിനെ പറ്റി പറയുന്നത് ദ വേർഡ്, ദ വചനം എന്നാണ്. സ്തോത്രം. ഹാലേലൂയ നമുക്ക് ഹല്ലേലൂയ 34-ാമത്തെ കാര്യം ഹല്ലേലൂയ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദ ഫൗണ്ടൻ ഓഫ് ദ ലിവിങ് വാട്ടർ. ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ ഉറവയായ ദൈവം എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 17-ാം അധ്യായം 13-ാം വാക്യം. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള ദൈവത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചല്ലോ. ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് പറയുന്നത് അവിടെ. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ ഉറവ. ഹല്ലേലൂയ ദ ഫൗണ്ടൻ ഓഫ് ലിവിങ് വാട്ടർ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തെ പറ്റി വെള്ളത്തോട് ഉപയോഗിച്ച് ഹല്ലേലൂയ അനേക കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ ശമര്യക്കാരി സ്ത്രീയോടടുത്ത് പറയുന്നുണ്ട്, ഈ വെള്ളം കുടിച്ചാൽ ഹല്ലേലൂയ നിനക്കിനി ദാഹിക്കയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദാഹിക്കാത്ത ഹല്ലേലൂയ ആത്മീയ ദാഹമില്ലാതാക്കി തീർക്കാൻ പറ്റുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം ഓരോരുത്തരും ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ വായിക്കുകയാണ് ഹല്ലേലൂയ ദ ഫൗണ്ടൻ ഓഫ് ലിവിങ് വാട്ടർ. യേശുവിനെ പറ്റി പറയുന്ന ജീവനുള്ള ദൈവത്തിന്റെ ഉറവ. ഹല്ലേലൂയ സ്തോത്രം. നാം ആ ദൈവത്തിന്റെ സന്നിധി കടന്നു വരുമ്പോൾ ദൈവമക്കളെ നമുക്ക് സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ദൈവിക കൃപ നമ്മളിൽ മേൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. 30 ഹല്ലേലൂയ സ്തോത്രം 5-ാമതായി 35 ആയിട്ട് ഹല്ലേലൂയ അവിടെ പറയുന്ന ഹല്ലേലൂയ ദ റോക്ക്. ഹല്ലേലൂയ ദൈവത്തെ പറ്റി യേശുവിനെ പറ്റി പറയാണ് റോക്ക്. ഹല്ലേലൂയ ഡ്യൂട്ടോണമി ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവൻ തന്നെ. സ്തോത്രം. നമ്മുടെ ദൈവത്തെ പറ്റി പറയുകയാണ് റോക്ക്.
പാറ എന്ന ഹാലലി വിശേഷത അവിടെ ഹാലലി ദൈവത്തിന്റെ നാമത്തിന് കൊടുത്തിരിക്കുന്നു. സ്തോത്രം ഹാലലിയ. ഈ പാറ സ്തോത്രം നമുക്ക് വീട് പണിയുന്നവരെ പറ്റി ഹാലലി പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പാറമേൽ വീട് പണിതവൻ ഹാലലി അവന്റെ ഹാലലിയ വീടിന് ഹാലലിയ സ്തോത്രം കൊടുങ്കാറ്റടിച്ചു, ഹാലലിയ തിരമാലകൾ കടന്നു വന്നു. സ്തോത്രം. എന്നാൽ ആ വീട്ടിൽ ഹാലലിയ ആ പാറയിൽ പണിത ഹാലലിയ വീടിന് ഹാലലിയ നാശം സംഭവിച്ചില്ല. ക്രിസ്തുവാകുന്ന പാറയിൽ ഹാലലിയ സ്തോത്രം നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹാലലിയ സ്തോത്രം ഹാലലിയ നമുക്കതിനെ ജയിക്കുവാൻ കഴിയും. കാരണം ഉറപ്പുള്ള പാറയിലാണ് നാം നമ്മുടെ ഭവനം പണിതിരിക്കുന്നത്. സ്തോത്രം. ക്രിസ്ത്യ ജീവിതത്തിൽ ഹാലലി നമ്മൾ ആയിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഹാലലി ജീവിതത്തിൽ പ്രശ്നം വരത്തില്ലെന്ന് ഹാലലിയ ആരും വിശ്വസിക്കരുത്. ഹാലലി ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാം. നമ്മൾ ഈ ലോകത്തിലായി ജീവിക്കുമ്പോൾ ഹാലലിയ മറ്റുള്ള ഹാലലിയ മനുഷ്യരെ പോലെ എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിലും നമ്മൾ കടന്നു വന്നാൽ നമുക്ക് ഒരു ഉറപ്പുണ്ട്, ക്രിസ്തുവാകുന്ന പാറയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഹാലലി. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ജയിക്കുവാൻ ഹാലലി ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് എല്ലാ ഹാലലിയ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും. ഹാലലി. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. സ്തോത്രം. ഹാലലിയ. ഹാലലിയ 36 കാര്യം വായിക്കുമ്പോൾ ഹാലലിയ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ഹാലലിയ ഹാലലിയ അവിടെ ഹാലലിയ വീണ്ടും ഹാലലിയ സ്തോത്രം 1-ാം അധ്യായം സ്തോത്രം ഹാലലിയ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-ാമത്തെ ഹാലലിയ 1-ാം വാക്യത്തിൽ പറയുന്നു ഹാലലിയ അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട അവനോട് ഞാൻ മശിഹ എന്ന് വെച്ച ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 36-ാമത്തെ കാര്യത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ മെഷിഹ അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നവിടെ പറയുന്നു. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അവര് ഹല്ലേലൂയ മെഷിഹ വരുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശിമോൻ ഹല്ലേലൂയ സ്തോത്രം പത്രോസ് ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ശിമോൻ പത്രോസിന് അന്ത്രയോസ് അവരവിടെ കൂടി വരുമ്പോൾ അവൻ തൻ്റെ സഹോദരനായ ശിമോനെ കണ്ടിട്ട് ഹല്ലേലൂയ അന്ത്രയോസ് പോയി ശിമോനെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങൾ മെഷിഹയെ കണ്ടു ഹല്ലേലൂയ ക്രിസ്തുവിനെ കണ്ടു. ദൈവമക്കളെ, നമ്മുടെ സഹോദരങ്ങൾ ഹല്ലേലൂയ അനേകര് ഹല്ലേലൂയ യേശുവിനെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. നാം മെഷിഹയെ കണ്ടിട്ടുണ്ടെങ്കിൽ, യേശുവിനെ നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഡ്യൂട്ടിയാണ് മറ്റുള്ളവരോട് പറയണം, നോക്കിക്കേ ഞാൻ മെഷിഹയെ കണ്ടു, ഞാൻ യേശുവിനെ ഹല്ലേലൂയ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, എൻ്റെ ജീവിതത്തിൽ യേശു എൻ്റെ കർത്താവായി ഇരിക്കുന്നു. ഹല്ലേലൂയ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളും അവങ്കിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്കും ഈ സ്വർഗീയ സമാധാനം ലഭിക്കും എന്ന് ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവരോട് പറയുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്തോത്രം. നമ്മൾ അത് മറന്നു പോകരുത്. നമ്മൾ എപ്പോഴും ഓർക്കണം, യേശു എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇനി എന്നെ ചേർക്കാൻ ഹല്ലേലൂയ അവൻ വീണ്ടും വരും. അവൻ വാസസ്ഥലം ഒരുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് ഒരുക്കിയ ശേഷം ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ എന്നെ ചേർക്കാൻ വീണ്ടും വരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മാത്രമല്ല കടന്നു പോകേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, നമ്മൾ അറിയുന്നവരെ ഹല്ലേലൂയ ഈ ലോകത്തിൽ പാപത്തിൽ ഹല്ലേലൂയ സ്തോത്രം കിടക്കുന്ന ജനം എല്ലാവരും യേശുവിനെ കാണണം എന്നുള്ള വലിയൊരു ഹല്ലേലൂയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കിയേ, അന്ത്രയോസ് പോയിട്ട് ശിമോനോട് പറയാണ്, അല്ലെ നോക്കിക്കേ ശിമോനെ ഹല്ലേലൂയ ഞാൻ മിശിഹയെ കണ്ടെത്തി, ഞാൻ ക്രൈസ്റ്റിനെ കണ്ടെത്തി, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ ശിമോനെ വിളിച്ചോണ്ട് പോയി യേശുവിന്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ച ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശിമോൻ പത്രോസ് ഹല്ലേലൂയ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. അവിടെ നമുക്ക് താഴോട്ട് വായിക്കുവാൻ കാണാൻ പറ്റും, യേശു അവന്റെ പേര് മാറ്റി നിനക്ക് കേഫ എന്ന് പേരാകും. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് ഹല്ലേലൂയ അനേക അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പത്രോസിന് ലഭിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ ദൈവമക്കളെ നമ്മൾ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അവരും ഈ ദൈവിക നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ കർത്താവിന് വേണ്ടി വേല ചെയ്തിട്ട് സ്തോത്രം കർത്താവിന് വേണ്ടി സുവിശേഷം പറഞ്ഞിട്ട് നന്മ ചെയ്തിട്ട് ഇവിടെ ഒരുപക്ഷെ ഒരു നന്മയെ നീ അനുഭവിച്ചില്ലെന്ന് വരാം. എന്നാൽ നമുക്ക് ഹല്ലേലൂയ ഒരു പ്രതിഫലം ദൈവം തരും. നമ്മൾ മുഖാന്തരം ആരെങ്കിലും യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആരെങ്കിലും യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും മാനിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. അതിനായിട്ട് നമ്മൾ എല്ലാവരും ഈ ഹല്ലേലൂയ സ്തോത്രം വീഡിയോ കാണുന്ന ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ഒരു അന്ത്രയോസിനെ പോലെ സ്വഭാവമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ യേശു മെഷിഹ ഹല്ലേലൂയ ഞാൻ യേശുവിനെ കണ്ടെത്തി, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന് മറ്റുള്ളവരോട്
പറയുവാൻ പറ്റുന്ന വലിയൊരു ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഒരു സ്വഭാവത്തിലേക്ക്, ഒരു ഹാബിറ്റിലേക്ക് അത് നമ്മുടെ ജീവിതത്തിന്റെ ചരികയായി തീരണം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ 37-ാമതായിട്ട് ഹല്ലേലൂയ യേശുവിനെ പറ്റി ഹല്ലേലൂയ അവിടെ പറയുന്നത് സാക്ഷാൽ മുന്തിരി വള്ളി, ഹല്ലേലൂയ സ്തോത്രം, ദ ട്രൂ വൈൻ എന്ന ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ പറ്റി അവിടെ കാണാൻ കഴിയും. സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ അതിന്റെ 15-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. യേശു പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ മുന്തിരിവള്ളിയിൽ വസിച്ചാൽ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യും? ഫലം കായ്ക്കുന്നവരായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കണമോ? നാം ഹല്ലേലൂയ ദൈവിക സ്വഭാവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്വഭാവത്തിന് ഉടമയായി തീരണോ? നമ്മൾ ആരിൽ വസിക്കണം? മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ വസിക്കുന്നത്. ട്രൂ വൈൻ, ഹല്ലേലൂയ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന യേശുവിൽ വസിച്ചാൽ നമുക്കും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരും. ഹല്ലേലൂയ. നമുക്കത് എങ്ങനെ വസിക്കുവാൻ കഴിയും? സ്തോത്രം, ഹല്ലേലൂയ നാൾതോറും ഹല്ലേലൂയ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ഹല്ലേലൂയ സ്തോത്രം കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക സ്വഭാവം, ആ ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ ഇരുട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവിക സ്വഭാവമുള്ളവരായി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ ഹല്ലേലൂയ സ്തോത്രം ജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ നല്ല ഫലം കായ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 38-ാം ഹല്ലേലൂയ സ്തോത്രം കാര്യം ഹല്ലേലൂയ സ്തോത്രം അവിടെ യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ ഹല്ലേലൂയ 23-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 5-ാം വാക്യത്തില് ബ്രാഞ്ച് എന്ന് ഹല്ലേലൂയ അവിടെ കാണാൻ പറ്റും. അതായത് മുള, ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം യിരെമ്യാവ് 23-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 5-ാം വാക്യം, ഞാൻ ദാവീദിന്റെ നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. ഞാൻ ദാവീദിന് നീതിയുള്ള മുള. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ പറ്റി പറയുകയാണ്, ഒരു ബ്രാഞ്ച്, ഒരു മുള. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എന്ന വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം, അവിടെ ഹല്ലേലൂയ യേശുവിനെ പറ്റി ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു മുള എന്ന ഹല്ലേലൂയ യിരെമ്യാവിന്റെ പുസ്തകം 23-5 നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 3-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം മണവാളൻ, ബ്രൈഡ് റൂം, ഹല്ലേലൂയ മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ യേശു ആരാ? നമ്മുടെ ആത്മ മണവാളകനാകുന്നു. സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ മണവാളനാകുന്ന യേശു ഇനി വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഹല്ലേലൂയ നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം എന്നെ കേൾക്കുന്ന വിവാഹം കഴിച്ച എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം നമ്മളെ കല്യാണം കഴിക്കാനായി സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അറേഞ്ച് മാരേജ് ആയിരുന്നല്ലോ ആ കാലങ്ങളിലൊക്കെ. ഹല്ലേലൂയ നമ്മളെ കാണാൻ ഹല്ലേലൂയ ഒരാൾ വന്നു, അത് ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ സ്തോത്രം വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയും മണവാളനുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആ മണവാട്ടിയുടെ ആഗ്രഹം ആരോടായിരുന്നു? എപ്പോഴും മണവാളനോടായിരിക്കണമേ ആയിരുന്നു. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു, ഒന്ന് കണ്ടാൽ നല്ലായിരുന്നു. ആ മണവാളന്റെ സാന്നിധ്യം ആ മണവാട്ടി ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആത്മ മണവാളനാകുന്ന യേശുവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം ആഗ്രഹിക്കുന്ന നല്ല മണവാട്ടികളായി നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും 10 കന്യകമാരുടെ ഹല്ലേലൂയ കഥ. ഹല്ലേലൂയ സ്തോത്രം 5 പേര് അവർ വിളക്കും എണ്ണയും കരുതിയിരുന്നു, എന്നാൽ 5 പേര് വിളക്ക് കരുതി എണ്ണ കരുതിയില്ല. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം വിളക്കും എണ്ണയും കരുതി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഹല്ലേലൂയ ഒരുക്കമുള്ള മണവാട്ടികളായിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുവിനെ പറ്റി അവിടെ പറയുകയാണ് ബ്രൈഡ് റൂം. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 29-ാം വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. യേശുവിനെ ഹല്ലേലൂയ ബ്രൈഡ് റൂം എന്ന് അവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 1-ാം അധ്യായം സ്തോത്രം അതിന്റെ 78-ഉം ഹല്ലേലൂയ 79-ഉം വായിക്കുമ്പോൾ ഹല്ലേലൂയ ദ ഡേ സ്പ്രിംഗ് എന്ന് യേശുവിനെ പറ്റി കാണാൻ പറ്റും. ഹല്ലേലൂയ ഉയരത്തിൽ നിന്നുള്ള ഉദയം. ഹല്ലേലൂയ. ഞാനത് വായിക്കാം. ഹല്ലേലൂയ. ലൂക്കോന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 78-ഉം 79-ഉം ഇരുളിലും മരണ നിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ച്
അവരുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി അവിടെ പറയുകയാണ്, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്, ഹല്ലേലൂയ സ്തോത്രം, ഒരു ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവമക്കളെ, നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരും. നമ്മൾ യേശുവിനെ ഹല്ലേലൂയ സ്തോത്രം അറിയുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോയിട്ട് നമ്മൾ പ്രകാശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ കാലുകളെ എവിടേക്ക് നമ്മളെ നടത്തും? സമാധാന മാർഗത്തിൽ നടത്തും. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന നമുക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് സമാധാനം തന്നേച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ചേർക്കാൻ വാനമേഘങ്ങളിൽ ഇനി യേശു വരും. ഹല്ലേലൂയ സ്തോത്രം. ഉദയം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു ഡേ സ്പ്രിംഗ് ആയ യേശു. ഹല്ലേലൂയ. ഒരു ഉദയം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പ്രകാശം തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വെളിച്ചം തരാൻ പറ്റുന്ന, സമാധാനം തരാൻ പറ്റുന്ന, നമ്മുടെ ഇരുട്ടിനെ മാറ്റി കളയാൻ പറ്റുന്ന ഉദയമാകുന്ന, ഹല്ലേലൂയ വെളിച്ചമാകുന്ന യേശു. ഹല്ലേലൂയ. എ ഡേ സ്പ്രിംഗ്. ഹല്ലേലൂയ. എന്നാണ് യേശുവിനെ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ജെനസിസിലേക്ക് കടന്നു വരുമ്പോൾ, ജെനസിസ് ചാപ്റ്റർ ഹല്ലേലൂയ 49, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ 10 നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അവകാശമുള്ള ഷീലോ, ഹല്ലേലൂയ സ്തോത്രം. ജെനസിസ് 49:10 പറയുന്നു, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജതണ്ട് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവകാശമുള്ളവൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. അവകാശമുള്ളവൻ ഷീലോഹ് എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുന്നത് സ്തോത്രം. ജെനസിസിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം 49:10 അവകാശമുള്ളവൻ. നമ്മുടെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു അവകാശമുള്ളവനാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ സ്തോത്രം നിത്യജീവനെ നമുക്ക് തരുവാൻ കഴിയുന്ന, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ഹല്ലേലൂയ നേർവഴിക്ക് നടത്തുവാൻ കഴിയുന്ന, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ മേൽ ഹല്ലേലൂയ അവകാശമുള്ള, ഹല്ലേലൂയ സ്തോത്രം, നസറേയനായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. 42-ാമതായി സ്തോത്രം നമുക്ക് കാണാം. ഹല്ലേലൂയ റെവലേഷൻ, ഹല്ലേലൂയ സ്തോത്രം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ 5-ാം വാക്യത്തിൽ, ദ ലയൺ ഓഫ് ദ ഹല്ലേലൂയ സ്തോത്രം ട്രൈബ് ഓഫ് ദ യൂദയ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് യേശു ക്രിസ്തുവിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ റെവലേഷൻ സ്തോത്രം 5:5 വായിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമുള്ളവൻ പുസ്തകവും അതിൽ എഴുതിയ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ യഹൂദ ഗോത്രത്തിലെ സിംഹം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദാവീദിന്റെ വേരായവൻ, ഹല്ലേലൂയ നാം സേവിക്കുന്ന ദൈവത്തെ പറ്റി, ഹല്ലേലൂയ യേശുവിനെ പറ്റി, ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് യൂദയ, ഹല്ലേലൂയ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് യേശു ക്രിസ്തുവിനെ പറ്റി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ 43 കടന്നു വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. 43-ാമതായിട്ട് വേദപുസ്തകത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇൻ ദ ബ്രൈറ്റ് ആൻഡ് ദ മോർണിംഗ് സ്റ്റാർ, ഹല്ലേലൂയ ഉദയ നക്ഷത്രം എന്ന് സ്തോത്രം നമുക്ക് യേശുവിനെ പറ്റി ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 22-ന്റെ ഹല്ലേലൂയ 16 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശു എന്ന ഞാൻ സഭയ്ക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. സ്തോത്രം. നമ്മുടെ യേശുവിനെ പറ്റി അവിടെ പറയുകയാണ്, ശുഭ്രമായ ഉദയ നക്ഷത്രം, ദ ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ. ദൈവമക്കളെ, നമുക്ക് എത്ര സന്തോഷം വേണമെന്ന് സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ സ്തോത്രം, അവൻ ഉദയ നക്ഷത്രമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ശുഭ്രമായ, ഒരു കളങ്കമില്ലാത്ത, ഹല്ലേലൂയ വെളിച്ചം തരാൻ പറ്റുന്ന, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മളെ വേറുവഴിക്ക് നടത്തുവാൻ പറ്റുന്ന, ഹല്ലേലൂയ ഉദയ നക്ഷത്രമാകുന്ന യേശുവിനെ പറ്റി അവിടെ
അവിടെ ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ 44 കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രതിമ എന്ന ഹല്ലേലൂയ സ്തോത്രം കൊലോഷ്യൻസ് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 1-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 44-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം അവിടെ നമുക്ക് കാണാൻ പറ്റും. കൊലോസ്യർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ും 15-ലും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. യേശുവിനെ പറ്റി പറയുകയാണ്, നമുക്ക് പാപമോചനം ആര് മുഖാന്തരമുണ്ട്? യേശു മുഖാന്തരം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട്? പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ പാപം ക്ഷമിക്കാൻ പറ്റുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ദോഷങ്ങളുണ്ട്, ക്ഷമിക്കണമേ, എന്നെ നിന്റെ രക്തത്താലുണ്ട് കഴുകണമേ എന്ന് പറഞ്ഞ് നാം സമർപ്പിച്ച് ഇനിയും ഞാൻ ആ പാപം ചെയ്യത്തില്ലെന്ന് ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവമക്കളെ രക്താംബരം പോലെ കടിച്ചുമപ്പായാലും ആർക്ക് ഈ ലോകത്തിലെ മനുഷ്യർക്ക് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് തോന്നിയാലും യേശുവിന്റെ മുൻപാകെ അല്ലെങ്കിൽ അത് ക്ഷമിച്ച് ദൈവം നമ്മളെ വീണ്ടെടുക്കുവാൻ ഇടയായിത്തീരും. അപ്പൊ ഇവിടെ വായിക്കുകയാണ് 14, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്തോത്രങ്ങളുടെ കർത്താവിനെ പറ്റി പറയുകയാണ്, ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ് കൊലോഷ്യൻ 1:14-ഉം 15-ഉം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 8-ാം അധ്യായം സ്തോത്രം അതിന്റെ 58-ൽ വായിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ, ഞാനാകുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. 8-ാം അധ്യായം സ്തോത്രം അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യത്തിൽ യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ ലോകത്തില് ആർക്കും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാൻ എന്ന് ഹല്ലേലൂയ പറയുവാൻ ഹല്ലേലൂയ കഴിയില്ല. എന്നെ കൊണ്ട് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാനാണ് സർവവും. നമ്മളൊക്കെ വെറും ഒരു ശ്വാസം അല്ലേ? സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെടുത്ത ഒരു ശ്വാസം തിരിച്ച് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ വിടാനോ അത് വീണ്ടും എടുക്കാനോ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി അറസ്റ്റ് അടിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. നമുക്കിപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഇച്ചിരി രക്തമായി ഉണ്ടായിരിക്കുന്ന ഇച്ചിരി പിങ്ക് കളർ തോന്നുന്നുണ്ടാവും. സ്തോത്രം ഹല്ലേലൂയ. നോർമലായിട്ട് എല്ലാവർക്കും ഹല്ലേലൂയ അങ്ങനെ ഒരു കളറാണ് സ്തോത്രം വെച്ചിരിക്കുന്നത്. അത് ആ ബ്ലഡ് സപ്ലൈ കാണിക്കുന്നു. എന്നാൽ നമ്മുടെ ഹാർട്ട് വർക്കാകാതിരുന്നാൽ നമ്മൾ വെറും ഒരു വെള്ള പേപ്പർ പോലായി പോകും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ തൊട്ട് നോക്കിയാൽ നമുക്ക് ചൂടറിയാൻ പറ്റും ഇല്ലേ? മരിച്ച ഒരുവന്റെ ശരീരത്തിൽ ചൂടില്ല, അവൻ തണുത്ത് ഉറച്ച ഐസ് കട്ട പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ജീവൻ ഉള്ളത് കൊണ്ടാണ് നാം ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതാണ് നമുക്ക് പ്രവൃത്തി ചെയ്യുവാൻ കഴിയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. യേശു മാത്രമേ ഉള്ളൂ അയാം എന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ എന്ന് പറയാം, ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറയുവാൻ പറ്റുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അത് ദൈവമാണ്, അത് യേശുവാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ യേശുവിനെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം വേറൊരു പേരാണ് അയാം. ഹല്ലേലൂയ ഞാൻ എന്ന് ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയാൻ പറ്റുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അത് നസറേയനായ യേശുക്രിസ്തു മാത്രമാണ്. സ്തോത്രം ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 18-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഹല്ലേലൂയ. അവിടെ പറയുന്നത് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് യേശുവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. അപ്പൊ യേശുക്രിസ്തു പിതാവിനെ പറ്റി പറയുകയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം. അപ്പം ദൈവത്തിന്റെ പുത്രനായിട്ടാണ് യേശുക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് യേശുക്രിസ്തുവിന് ഹല്ലേലൂയ വേറൊരു പേര് അവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ സുവിശേഷം 6-ാം അധ്യായം സ്തോത്രം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറ്റുന്നു. അവിടെ നിന്ന് ചോദിക്കും, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അവിടെ യേശുവിനെ പറ്റി അവർ ചോദിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഹീസ് എ കാർപ്പൻ്റർ, തച്ചൻ. ഹല്ലേലൂയ. നമുക്ക് ഈ കാർപ്പൻ്റർ എന്ന് പറയുന്ന ജോലി വളരെ അനുഗ്രഹിക്കപ്പെട്ട ജോലിയാണ്. നമുക്കൊരു വീട് ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അത് ചെയ്യുവാൻ ഹല്ലേലൂയ അത് ഉളവാക്കി എടുക്കുവാൻ ആർക്ക് പറ്റി? കാർപ്പൻ്ററിന് പറ്റും. അല്ലെ നമ്മുടെ യേശു ഹല്ലേലൂയ ക്രിയേറ്ററാണ്. ഹല്ലേലൂയ ഉളവാക്കാൻ കഴിയുന്നവനാണ്. സ്തോത്രം. ഈ ലോകത്തെ ഹല്ലേലൂയ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും അതിനെ മെനഞ്ഞെടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞു. നമ്മളെ
നമ്മൾ ആകേണ്ട പോലെ ഹല്ലേലൂയ മെനഞ്ഞെടുക്കുവാൻ, നമ്മളെ രൂപകൽപ്പന ചെയ്യുവാൻ ആർക്ക് പറ്റും? ഈ തച്ചനായ യേശുവിന് പറ്റും. സ്തോത്രം. ഇന്നിപ്പോൾ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒന്നും ക്രമപ്പെട്ടിട്ടില്ലായിരിക്കും. ഹല്ലേലൂയ ഒന്നും അടുക്കും ചിട്ടയിലും പോകുന്നില്ലായിരിക്കും. ജീവിതം താറുമാറായി ഹല്ലേലൂയ ഇനി ജീവിതമില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം ഈ തച്ചനായ യേശുവിന് ഹല്ലേലൂയ എൻ്റെ നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ പറ്റും. ഹല്ലേലൂയ ദൈവത്തിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്. ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സ്തോത്രം ഈ തച്ചനായ യേശുവിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. യേശുവിനെ പറ്റി പറയാണ്, വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആര് പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു തന്നെ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നിത്യതയിലേക്ക് കടക്കാനുള്ള വഴിയായി യേശു ആയിരിക്കുന്നു. യേശു സത്യമാകുന്നു. ഹല്ലേലൂയ ജീവനാകുന്നു. സമൃദ്ധിയായ ജീവൻ നൽകുവാൻ തക്കവണ്ണം യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പിതാവിങ്കിലേക്ക് ആ നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും യേശുവിൽ വിശ്വസിച്ച്, കർത്താവേ, പിതാവായ ദൈവം പുത്രനായ യേശുവിനെ നമ്മുടെ പാപത്തിന് വേണ്ടി നമുക്ക് ജീവൻ തരുവാൻ, വഴിയായി തീരുവാൻ, സ്വർഗത്തിലേക്ക് കടക്കാൻ, ഹല്ലേലൂയ ജീവനായി തീരുവാൻ ഹല്ലേലൂയ യേശുവിനെ നമുക്ക് വേണ്ടി തന്നു. അപ്പോൾ യേശുവിന്റെ പാദമെടുത്ത്, യേശുവേ ഹല്ലേലൂയ ആ നിത്യതയിലേക്ക് കടക്കുവാൻ അപ്പാ വഴി സത്യവും ജീവനുമാകുന്ന അങ്ങ് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ എന്നെ നിന്റെ പൈതലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ ഇന്ന് എൻ്റെ വീട് ഹല്ലേലൂയ സ്തോത്രം തൂത്തുവാരിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, സ്തോത്രം എല്ലാ ദിവസവും ഇത് രാവിലെയും വൈകിട്ടും ചിലപ്പോൾ തൂക്കേണ്ടി വരും. മക്കൾ ഹല്ലേലൂയ ഓടിക്കളിക്കുമ്പോൾ അവർ താഴേക്ക് സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട് ഹല്ലേലൂയ അടിച്ചു വാരി അത് വൃത്തിയാക്കി ഇട്ടാൽ മാത്രമേ വീട് വൃത്തിയായിരിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും അല്ലെങ്കിൽ നമ്മൾ അതിനെ അടിച്ചു വാരണം. ദൈവവചനം ഉപയോഗിച്ച് അതിനെ വൃത്തിയാക്കി അഴുക്കെല്ലാം പുറത്ത് കളഞ്ഞ് വചനം നിറച്ച് ഹല്ലേലൂയ സ്തോത്രം അതിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ അധികമായി വ്യാപരിക്കുമാറാകട്ടെ. ആമേൻ. ഉള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിട്ട് നമ്മൾ ലോകത്ത് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയം ഓരോ ദിവസവും ഹല്ലേലൂയ ശോധന ചെയ്ത് അതിനകത്തുള്ള അഴുക്കുകളെല്ലാം കളഞ്ഞ് ഹല്ലേലൂയ വൃത്തിയായി ഹല്ലേലൂയ സ്തോത്രം ശുദ്ധിയായി വിശുദ്ധിയായി ഹല്ലേലൂയ ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 49-ാമതായിട്ട് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ പറ്റി പറയുന്നത് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 27-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം അവിടെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, കിങ് ഓഫ് ഇസ്രായേൽ. സ്തോത്രം. ഇസ്രായേലിന്റെ രാജാവ് എന്ന് യേശുവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു എന്ന് ഹല്ലേലൂയ അവരവിടെ നിന്നൊരു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവൻ തന്നെത്താൻ ഹല്ലേലൂയ അതിൽ നിന്ന് ഇറങ്ങി വരട്ടെ. യേശു അതിൽ നിന്ന് ഇറങ്ങി വരാതിരുന്നത് ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. കാരണം അവൻ അവിടെ ക്രൂശിൽ നമുക്ക് പകരമായിട്ട് നമ്മുടെ പാപത്തിന് വേണ്ടി അവിടെ യാഗമായി തീരണം. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം അവിടുന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം അവിടെ വായിക്കേണ്ട കിങ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ രാജാവെന്ന് യേശു ക്രിസ്തുവിനെ പറ്റി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. 50-ാമതായി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണാൻ പോയ മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം അവിടെ യേശുവിനെ പറ്റി പറയുകയാണ്, ദ ക്രൈസ്റ്റ്. ഹല്ലേലൂയ സ്തോത്രം. 16-16 മത്തായി 16-16 വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഹല്ലേലൂയ പത്രോസിന് ഹല്ലേലൂയ വിഷൻ ലഭിച്ചു. ഹല്ലേലൂയ
സ്തോത്രം. ഹാലലിയ അവന് അല്ലെ ക്രൈസ്റ്റ് എന്ന് യേശുവിനെ പറ്റി പറയാം. നമുക്ക് ഹാലലിയ വെളിച്ചം, ഹാലലിയ ആ ഒരു ഹാലലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ. യേശു ദൈവത്തിൻ്റെ പുത്രനായ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ക്രിസ്തു ആകുന്നു യേശു എന്ന് നാം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിന് വളരെ വ്യത്യാസം ഉണ്ടായിത്തീരുവാനിടയായി. സ്തോത്രം. നമ്മൾ 50 കാര്യങ്ങൾ സ്തോത്രം ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പറ്റി വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം. ഇതെല്ലാം റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം ഹല്ലേലൂയ എത്ര വലിയ ദൈവമാണ്. സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ എത്ര സർവ്വശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരും ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. കഴിവതും നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയെ പരസ്പരം ഓർക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിലേക്ക് നമ്മളെ ദൈവം അയച്ചതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, നാം മനുഷ്യർക്ക് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ പറ്റി പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ട്. അത് ഒരുപക്ഷെ വായും കൊണ്ടായിരിക്കാം, പണം കൊണ്ടായിരിക്കാം, നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അവരുടെ ഭാരത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ എവിടെയാണ് ഒരു മനുഷ്യൻ്റെ ആവശ്യം അവിടെ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ എത്തിച്ച് അവർ ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പദ്ധതി പ്രകാരം ഹല്ലേലൂയ നിത്യതയെ കടക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഓരോരുത്തരെയും പ്രാപ്തരാക്കേണ്ടതിന് നമ്മളെ തന്നെ ദൈവസ്ഥനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ 3 ഭാഗങ്ങളായിട്ടാണ് സ്തോത്രം ഹല്ലേലൂയ 50 കാര്യങ്ങൾ യേശുവിനെ പറ്റി പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം ചെയ്തിരിക്കുന്നത്. സ്തോത്രം വീഡിയോയുടെ സ്ട്രെങ്ത് കുറയാൻ വേണ്ടി ഹല്ലേലൂയ അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ 1, 2, 3 ഭാഗങ്ങൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി ഹല്ലേലൂയ വേദപുസ്തക അടിസ്ഥാനത്തിൽ 50 കാര്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാനും അത് ഒന്നുകൂടെ ദൈവസ്ഥൻ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ. സ്തോത്രങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവ് ഇന്ന് പാൽക്കാലം സ്തോത്ര ദൈവത്തിന്റെ ഇരുപ്പാന് നിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങളെ എല്ലാവരും നീ സഹായിച്ചുള്ളത് പറയുവാൻ തക്കവണ്ണം ഇത്രത്തോളം അടിനെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. അതിൻ്റെ എല്ലാം പുകഴ്ചയും മാനും എൻ്റെ യേശുവിനെ യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാനോ കുറയണോ നീയോ ഞങ്ങൾ വളരണം. കർത്താവേ ക്രിസ്തു ഞങ്ങളിൽ വളരുന്നവരായി തീരുവാൻ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ, ഞങ്ങൾ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു പാത്രമായി തീരുവാൻ, ഹല്ലേലൂയ പത്രമായി തീരുവാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണമേ. അടിനെ കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ യേശു കടന്നു ചെല്ലട്ടെ. കർത്താവേ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ വിടുതലുണ്ടല്ലോ. സ്തോത്രം. കർത്താവേ യേശു കടന്നു ചെന്നിടത്ത് രോഗി സൗഖ്യമായി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് ചെല്ലുന്നിടത്ത് ഒരു കുറവും ഇല്ലല്ലോ. ഹല്ലേലൂയ എല്ലാവരും കുറവുകളെ തീർക്കണമേ. അവരെ മാനസികമായി അനുഗ്രഹിക്കണമേ, അവരെ ശാരീരികമായി അനുഗ്രഹിക്കണമേ. അവർ ആരെങ്കിലും ഞെരുക്കത്തിലോ ഭാരത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ അവരുടെ ഭാരം മാറിയിട്ട് അവർ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഈ ലോകയാത്ര എനിക്ക് ജയകരമായി തീർക്കുവാൻ യേശു എന്നെ സഹായിക്കും. ഞാൻ ആ നിത്യജീവൻ ഉടമയായി തീരുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം എല്ലാവരും ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, വിടിവിച്ചതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സാധു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ ഉണ്ടാക്കേക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആത്മീയമായി മുന്നേറുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ നമ്മളെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ആമേൻ.